ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഹാശായുടെ തിങ്കളാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. മനുഷ്യവർഗത്തിൻ്റെ വീഴ്ചയുടെ കഥയാണ് ഈ ദിവസങ്ങളിലെ ഏറ്റവും വലിയ ധ്യാനമായിട്ട് നമ്മുടെ മുമ്പിലുള്ളത്. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം പഴയ നിയമഭാഗമായി നമ്മുടെ മുമ്പിലേക്ക് വരച്ച് കാണിക്കുമ്പോൾ മനുഷ്യവർഗത്തിൻ്റെ വീഴ്ചയുടെ കഥയാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തോടുകൂടെ നടന്ന മനുഷ്യൻ സർപ്പത്തിൻ്റെ സുഹൃത്താകുമ്പോൾ, ദൈവത്തേക്കാൾ പ്രാധാന്യം തങ്ങളുടെ ജീവിതത്തിൻ്റെ ചില സുഖങ്ങളുടെ പിന്നാലെയുള്ള യാത്രയാകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവവുമായുള്ള ഒരു വലിയ ബന്ധം നഷ്ടപ്പെടുകയാണ്. കാഴ്ച പക്ഷിയെ തെറ്റിക്കുന്നത് പോലെ, കേൾവി മൃഗത്തെ തെറ്റിക്കുന്നത് പോലെ, സ്പർശം അഥവാ മദപ്പാട് ആനയെ തെറ്റിക്കുന്നത് പോലെ, രുചിയുടെ പിന്നാലെയുള്ള യാത്ര കുരങ്ങനെ തെറ്റിക്കുന്നത് പോലെ, മൂക്കഥവാ മണം എലിയെ തെറ്റിക്കുന്നത് പോലെ മനുഷ്യനെ ഈ ഇന്ദ്രിയങ്ങളെല്ലാം വല്ലാതെ അങ്ങ് വീഴ്ത്തിക്കളയുകയാണ്. ഇന്ദ്രിയങ്ങളുടെ ഇതുവരെയായിട്ട് കാണാത്ത പുതിയ കാഴ്ചകൾ, സ്പർശിക്കാത്ത അനുഭവങ്ങൾ, രുചികളുടെ പിന്നാലെയുള്ള യാത്രയിൽ ആദിമ മാതാപിതാക്കൾക്ക് നഷ്ടമാകുന്നത് ദൈവവുമായുള്ള ഒരു ബന്ധം തന്നെയാണ്. അവൻ്റെ കൈപിടിച്ചുള്ള സായാഹ്ന യാത്രകളൊക്കെ തന്നെയാണ്. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു തിരിച്ചുവരവ് ആവശ്യമാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. വേദപുസ്തകം ഒരു തിരിച്ചുവരവിൻ്റെ പുസ്തകം കൂടിയാണ്. വീഴ്ചയിൽ നിന്ന് മനുഷ്യകുലത്തെ കരയേറ്റിയ ഒരു വലിയ രക്ഷാകര പദ്ധതിയുടെ ഒരു പുസ്തകം കൂടിയാണ് വിശുദ്ധ വേദപുസ്തകം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ നിലവിളിക്കുന്നത്: ദൈവമേ, രഹസ്യ കാര്യത്തിൽ എന്നെ വിശ്വസ്തനാക്കി തീർക്കണമേ. ഞാനും ദൈവവുമായുള്ള ബന്ധത്തിൽ ഒരു വിശ്വസ്തത സൂക്ഷിക്കണം. കാരണം ഏതു നിമിഷവും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബലമെന്ന് പറയുന്നത് ദൈവ സാന്നിധ്യമാണ്. നമ്മളുടെ ജീവിതത്തിൽ മറ്റാർക്കും അറിയാൻ വയ്യാത്ത രഹസ്യങ്ങളിൽ പോലും ദൈവവുമായി മാത്രമേയുള്ള ഒരു ബന്ധമേ ഉള്ളൂ എന്ന് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് സങ്കീർത്തനക്കാരനോടൊപ്പം ഈ ദിവസങ്ങളിൽ നമുക്ക് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കാം: ദൈവമേ, രഹസ്യ കാര്യങ്ങളിൽ, ഞാനും നീ മാത്രം അറിയുന്ന കാര്യങ്ങളിൽ ഞങ്ങളെ വിശുദ്ധനാക്കണമേ എന്ന്. ഏദൻ നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവബന്ധത്തിലെ വിശ്വസ്തതയുടെ ഒരു കഥയാണ്. അത് നഷ്ടമാകുമ്പോൾ ഒരു വലിയ തകർച്ചയാണ് ഉണ്ടാകുന്നത്. കുടുംബജീവിതത്തിൽ, തൊഴിൽ മേഖലയിൽ, വ്യക്തി ജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ, സമുദായ ജീവിതത്തിൽ, രാഷ്ട്രവുമായുള്ള ബന്ധത്തിൽ, സമൂഹവുമായുള്ള ബന്ധത്തിലൊക്കെ വിശ്വസ്തത പുലർത്തുവാൻ, വിശുദ്ധന്മാരാകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ടോ എന്ന് നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. അവകാശബോധങ്ങളെ പറ്റി നമ്മൾ ഓരോരുത്തരും വളരെയേറെ ശ്രദ്ധേയരാണ്. പക്ഷേ നമ്മുടെ കടമകൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് കൊറോണയുമായി ബന്ധപ്പെട്ട് പോരാട്ടം നടത്തുന്ന ഒത്തിരി സഹോദരങ്ങളെ ലോകത്ത് പലയിടത്തും നമ്മുടെ സമൂഹങ്ങളിലും കാണുവാൻ സാധിക്കും. രാവേള ബുദ്ധിമുട്ടി അധ്വാനിക്കുന്ന ഡോക്ടർമാരുണ്ട്, നേഴ്സുമാരുണ്ട്, ക്ലീനിങ് സ്റ്റാഫുകളുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവരുടെയൊക്കെ വലിയൊരു സമർപ്പണമാണ് ഇന്ന് ലോകത്തെ മുമ്പോട്ട് നയിക്കുന്നത്, അഥവാ വലിയ രോഗത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് കരകയറ്റുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് അവരുടെ കരങ്ങളെ, അവരുടെ ഹൃദയത്തെ ബലപ്പെടുത്തുവാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ദൈവബന്ധം നമ്മെ മനുഷ്യ സ്നേഹികളാക്കണം. സ്വയസ്നേഹികൾ ഒരിക്കലും ദൈവസ്നേഹികളല്ല എന്നുള്ള കാര്യവും ഈ വേള നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യൻ വീണുപോയതെന്നാണ്. ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെടുമ്പോഴാണ്. വീണ്ടും ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഗിലെയാദ്യനായ ഇഫ്താഹിനെ പറ്റിയാണ് പഠിപ്പിക്കുന്നത്. അവൻ പരാക്രമശാലിയെങ്കിലും വേശ്യാപുത്രനായിരുന്നു. കുടുംബ സാഹചര്യം ആധ്യാത്മിക ജീവിതത്തിന് ഒരു വലിയ തടസ്സം തന്നെയായിരുന്നു. തെറ്റായ ജീവിതമുള്ള മാതാപിതാക്കൾ, മദ്യത്തോടുള്ള അമിതമായ ആസക്തി, തെറ്റായ കൂട്ടുകെട്ടുകൾ, മോശമായ പ്രവർത്തികൾ, തെറ്റായ യാത്ര ൊക്കെ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് അവനെ വളരെ അകറ്റിയിരുന്നു. ധൂർത്തനായ പുത്രനെ പറ്റി ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം വാചാലമാകുന്നത് പോലെ ദൈവം തമ്പുരാൻ അവന് ഒരു അനുതാപത്തിനുള്ള, മാനസാന്തരത്തിനുള്ള ഒരു അവസരം നൽകുകയാണ്. നോമ്പ് എന്ന് പറയുന്നത് മാനസാന്തരത്തിന്റെ കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഈ വലിയ ആഴ്ചയുടെ കഷ്ടാനുഭവങ്ങളുടെ ഈ ദിവസങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മനസ്സ് ദൈവവുമായി ബന്ധിച്ചു
ചിന്തിച്ചുകൊണ്ട് ഒരു അനുതാപത്തിൻ്റെതായ ഒരു തിരിച്ചുവരവിൻ്റെതായ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയാണ് തമ്പുരാൻ കാത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുതാക്കണമേ. ദൈവവുമായുള്ള ബന്ധത്തിൽ, സഹോദരനുമായുള്ള ബന്ധത്തിൽ വിശുദ്ധിയും നിർമ്മലതയും കാത്തു സൂക്ഷിക്കുവാൻ നമ്മൾ മറന്നു പോകരുത്. ഇവിടെ ഇഫ്താഹിന്റെ ജീവിതത്തിൽ അനുതാപത്തിന് ഒരു അവസരം കിട്ടുമ്പോൾ അവൻ ദേവാലയത്തിലേക്ക് ചെന്ന് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെയാണ് പറയുന്നത്, മിസ്പയിൽ ദൈവാലയത്തിലേക്ക് ചെന്ന് തൻ്റെ ജീവിതത്തിൽ വന്ന കാര്യങ്ങളെല്ലാം ഏറ്റുപറയുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 11-ാം വാക്യം. അവൻ്റെ കണ്ണുനീര്, അവൻ്റെ ജീവിതത്തിൽ വന്ന വേദനകൾ, തൻ്റെ വീഴ്ചകൾ, തൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, തെറ്റായ കൂട്ടുകെട്ടുകൾ, മദ്യത്തിൻ്റെ പിന്നാലെയുള്ള യാത്രകളൊക്കെ അവൻ കണ്ണുനീരോടുകൂടെ ഓരോന്നോരോന്നായിട്ട് ഏറ്റുപറയുകയാണ്. അവിടെ ദൈവം അവനെ തെരഞ്ഞെടുക്കുകയും അവനെ ഇസ്രായേലിൻ്റെ വലിയ ന്യായാധിപതി ആക്കി തീർക്കുകയാണ് എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ചിന്തിക്കേണ്ടുന്നതാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ശിംശോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൂടി. എല്ലാ സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നു. അവൻ ജനിച്ചത് തന്നെ ഒരു വലിയ കുടുംബത്തിൽ ന്യായാധിപനാകുന്നു, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ അവൻ ദൈവത്തെ മറന്നു പോകുമ്പോൾ അവൻ്റെ ജീവിതം വലിയ ആപത്തിലേക്ക് നീങ്ങുകയാണ്. പക്ഷേ വലിയ ആപത്തിൽ കൂടി നീങ്ങിയ ഈ ഇഫ്താഹിൻ്റെ ജീവിതം ദൈവം തമ്പുരാൻ തിരഞ്ഞെടുക്കുന്നതായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഏവങ്കേലിയോൻ ഭാഗത്ത് തമ്പുരാൻ യെരുശലേമിനെ നോക്കി കണ്ണുനീരൊഴുക്കുന്നുണ്ട്. യെരുശലേമേ, യെരുശലേമേ, നിന്റെ സമാധാനത്തിനുള്ള മാർഗം നീ അറിഞ്ഞുവെങ്കിൽ കൊള്ളാമായിരുന്നു, ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സമാധാനം അന്വേഷിച്ച് നടക്കാത്ത ഒരു മനുഷ്യൻ പോലുമില്ല. കുടുംബജീവിതത്തിൽ നിന്ന്, വ്യക്തിബന്ധങ്ങളിൽ നിന്ന്, ദേവാലയ ബന്ധങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് സമാധാനത്തിനുള്ള മാർഗമാണ്. പലപ്പോഴും അത് നമ്മുടെ കണ്ണിന് മറഞ്ഞിരിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് എവിടെയൊക്കെയോ അകന്നുപോയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. വലിയ തത്വചിന്തകനായ പ്ലേറ്റോയ്ക്ക് ഒരു വലിയ ഉൾക്കാഴ്ച നൽകുന്നത് ഒരു കുട്ടിയാണെന്നാണ് പറയുന്നത്. എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, എന്ത് സംശയം ചോദിച്ചോ അതിൻ്റെ ഉത്തരം പറയാമെന്ന്. ഒരു കുഞ്ഞിന് ചോദിക്കാനുണ്ടായിരുന്ന ചോദ്യം എന്ന് പറയുന്നത് ഗ്രീസിൽ എത്ര കാക്കകൾ ഉണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹം ചോദിക്കുന്നു, എൻ്റെ കണ്ണിൻ്റെ മുമ്പിലുള്ള എന്തെങ്കിലും നീ ചോദിക്കുക, എൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന എന്തെങ്കിലും ചോദിക്കുക എന്ന് പറയുന്നു. ആ കുഞ്ഞ് ചെറുപുഞ്ചിരിയോടുകൂടി ചോദിക്കുന്നു, അങ്ങയുടെ കണ്ണിൽ എത്ര പുരികമുണ്ട് എന്ന്, അങ്ങയുടെ കണ്ണിൽ എത്ര പീലിയുണ്ട് എന്ന് ചോദിക്കുന്നു. ഉടൻ തന്നെ അവൻ്റെ അഹങ്കാരത്തിൻ്റെ കെട്ടുകൾ മുഴുവൻ താഴേക്ക് ഇറക്കി വെക്കുന്നതായിട്ടാണ് ചരിത്രത്തിൽ നിന്ന് നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും അഹങ്കാരത്തിൽ നിന്ന് മാറിയുള്ള യാത്രയിൽ മാത്രമേ സമാധാനത്തിനുള്ള മാർഗം കണ്ടെത്തുവാൻ സാധിക്കൂ എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും സമാധാനം നശിപ്പിക്കുന്നവരാകരുത്, മറിച്ച് സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഗിരിപ്രഭാഷണത്തിൽ പറയുന്നത്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാരെന്നാണ് പറയുന്നത്. സമാധാനം ഉണ്ടാക്കുന്ന ഒരു ജീവിതം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കുന്ന ഒരവസ്ഥയിൽ മാത്രമേ നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരത്തുള്ളൂ. എന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ പുത്രന്മാരായി തീരുവാനുള്ള ഒരു വിളി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകൂ എന്നുള്ളത് മറന്നു പോകരുത്. അതുകൊണ്ട് വി ആർ ബിക്കം എ പീസ് മേക്കേഴ്സ്, നോട്ട് പ്രോബ്ലം മേക്കേഴ്സ്. ഈ കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ജീവിതത്തിൽ സമാധാനം എല്ലാവരും ആഗ്രഹിക്കുന്നു, എന്നാൽ സമാധാനത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. നോമ്പും പ്രാർത്ഥനയും ദാനധർമ്മങ്ങളും ഒക്കെ സഹോദരനിലേക്ക് നയിക്കുന്നതാകണം. സഹോദരനിൽ കൂടിയുള്ള ഒരു പാതയിൽ കൂടി മാത്രമേ നമുക്ക് യഥാർത്ഥമായ സമാധാനം കണ്ടെത്തുവാൻ സാധിക്കത്തുള്ളൂ. നിന്റെ സഹോദരൻ നിന്റെ ജീവിതത്തിൽ ഇല്ലാതെ, അവനോട് കരുണ കാണിക്കാതെ, സ്നേഹിക്കാതെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ സമാധാനം കണ്ടെത്തുവാൻ സാധിക്കത്തില്ല എന്നുള്ളത് മറന്നു പോകരുത്. അതുകൊണ്ട് സമാധാനം ഉണ്ടാക്കുന്നവരായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. തെറ്റായ സമാധാനത്തിൻ്റെ മാർഗമല്ല, തമ്പുരാനോടുകൂടെ യഥാർത്ഥമായ സമാധാനം അന്വേഷിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. തമ്പുരാനിലേക്ക് നോക്കുന്ന അവസരങ്ങളിൽ മാത്രമേ യഥാർത്ഥത്തിൽ സമാധാനത്തിനുള്ള മാർഗം നമ്മുടെ മുമ്പിൽ തെളിവാകൂ എന്നുള്ളതാണ് തിരുവചനം പറഞ്ഞു വരുന്ന വലിയ ഒരു സത്യമെന്ന് പറയുന്നത്.
അതുകൊണ്ടാണ് തെറ്റായ സാഹചര്യങ്ങളിൽ സമാധാനത്തിൻ്റെ മാർഗമൊക്കെ നഷ്ടപ്പെട്ട് തെറ്റായ ശരിയല്ലാത്ത രീതിയിലുള്ള ആധ്യാത്മികത പുലർത്തിയ നഗരത്തിലെ അധികാരവർഗത്തോടാണ് ക്രിസ്തു പറയുന്നത്, നിങ്ങളുടെ സമാധാനത്തിനുള്ള മാർഗം നിങ്ങൾ അറിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ കെട്ടിപ്പൊക്കിയിരിക്കുന്ന ഈ വലിയ അമ്പരചുംബികളായ നിങ്ങളുടെ കെട്ടിടങ്ങളും നിങ്ങളുടെ ദേവാലയവും നിങ്ങൾ കെട്ടിപ്പൊക്കിയിരിക്കുന്നത് മുഴുവൻ തകർന്നു പോകുമെന്ന് തന്നെയാണ് ക്രിസ്തു വ്യക്തമായിട്ട് പറയുന്നത്. അവരുടെ ജീവിതത്തിൽ സമാധാനത്തിനുള്ള മാർഗം കണ്ടെത്തുവാൻ അവർ പരാജയപ്പെടുന്നതായിട്ടാണ് തിരുവചനവും ചരിത്രവും നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് നോക്കി യഥാർത്ഥമായ സമാധാനത്തിൻ്റെ മാർഗം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പുലരിയിലെ പുൽനാമ്പ് സൂര്യന് അഭിമുഖമായി നിന്ന് പ്രകാശിക്കുന്നത് പോലെ തമ്പുരാനിലേക്ക് നോക്കി നമ്മുടെ ജീവിതവും പ്രകാശിക്കുവാനിടയാകട്ടെ. ഏപ്രിൽ മാസം 5-ാം തീയതി അങ്ങനെ പ്രകാശിച്ച ഒരു പുണ്യവാന്റെ ഓർമ്മ കൂടിയാണല്ലോ ഇന്ന് പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയുടെ ജീവിതം. സമാധാനത്തിനുള്ള വലിയ ഒരു മാർഗമായിരുന്നു എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. ഇന്ന് ഈ പാമ്പാടി പ്രദേശത്ത് എല്ലാ വർഷവും വരുന്നത് പോലെ തന്നെ ഒരു വലിയ മഴ ഈ ദേശത്തിന് ഒരു കുളിരായിട്ട് പെയ്തിറങ്ങിയിരിക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ വലിയ വരൾച്ചയുടെ സമയത്ത് ഒരു കുളിർമഴ പ്രാർത്ഥനയിൽ കൂടി പെയ്യിക്കുവാൻ പരിശുദ്ധനായ പാമ്പാടി തിരുമേനിക്ക് ദൈവബന്ധത്തിൽ സാധിച്ചിരുന്നു എന്ന് നമുക്കൊക്കെയും അറിയാവുന്ന കാര്യമാണല്ലോ. പതിവ് തെറ്റാതെ ആ പിതാവിൻ്റെ ഓർമ്മയിൽ ഒരു മഴയും കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ മഴ നന്മകൾ പൊട്ടിമുളപ്പിക്കുന്ന വിത്തുകൾ പുതുനാമ്പായി തീരുന്നത് പോലെ ഈ നോമ്പിൻ്റെ അവസാനം ഈ പുണ്യപിതാവിൻ്റെ ഈ ഓർമ്മയുടെ ദിവസമൊക്കെ നന്മകൾ നമ്മുടെ ഹൃദയത്തിൽ പൊട്ടിമുളപ്പിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പാമ്പാടി തിരുമേനിയുടെ ജന്മഗ്രഹം കൂടിയായ പരിശുദ്ധ ദേവാലയവും സഭയും സമാധാനത്തിന്റെ മാർഗം തിരിച്ചറിയുവാൻ ദൈവം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ ഒരു മാതേദൽമീനോയുടെ ഒരു അനുഭവം ഉണ്ടാകട്ടെ, ഒരു തുറവിയുടെ അനുഭവം ഉണ്ടാകട്ടെ. ഈ വലിയ ആഴ്ച സമാധാനത്തിന്റെ ആഴ്ചയായി തീരുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.